ഹായ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ട്ടാ. ഞങ്ങൾ ചുമ്മാ ന്യൂ ഇയറിൻ്റെ തലേന്ന് വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ചുമ്മാ പുറത്തിറങ്ങിയതാണ്. പാലരാരം പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ പോയി. ഞങ്ങളെല്ലാ ശനി ഞായറും പോകാറുണ്ട്, പക്ഷെ ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് പോക്കില്ല. അപ്പോൾ അവിടെ പോയപ്പം നല്ല പുൽക്കൂടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചുമ്മാ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇങ്ങനത്തെ തെർമോക്കോളിലൊക്കെ ഉണ്ടാക്കുന്ന പുൽക്കൂടൊക്കെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമുണ്ട്. അത് നല്ല പണിയാണ്, നല്ല ടൈം എടുക്കുക അത് ചെയ്യാൻ. അതുകൊണ്ടാണാവോ എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമുണ്ട്. ഇവിടെ ഒരു കിണറൊക്കെ ഇരിപ്പുണ്ടല്ലോ. അങ്ങനെ അവിടെ ഞാൻ ഫുള്ളിങ്ങനെ വീഡിയോസ് എടുത്തു കേട്ടോ. അതൊക്കെയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ വിളക്ക് കൊള്ളാമല്ലേ. അങ്ങനെ അവിടെ ഞാൻ ഒരുപാട് നിന്നില്ല, പെട്ടെന്ന് ഇറങ്ങി കേട്ടാ. മോൻ വണ്ടിയിൽ കയറിയതും അവൻ ഉറങ്ങി. അപ്പോൾ അവൻ്റെ തോളിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നിൽക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് നന്നായിട്ട് തോള് വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പള്ളിക്കകത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. കഴിഞ്ഞ വർഷം കുറച്ചുകൂടെ നന്നായിരുന്നു. ഫുള്ള് യെല്ലോ കളറിലെ ലൈറ്റായിട്ട്, അതിന് എന്തോ പറയുമെന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങനത്തെ ലൈറ്റായിട്ട് ഫുള്ള് നല്ല ഒരു വെറൈറ്റി ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ഇതും കൊള്ളാം, നന്നായിട്ടുണ്ട്. അങ്ങനെ എല്ലായിടും കയറി പ്രാർത്ഥിച്ച്. സാറ് എണീക്കണ ലക്ഷണമില്ല, നല്ല സുഖം ഉറക്കം. എനിക്കാണെങ്കിൽ നന്നായിട്ട് തോള് വേദനിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങിയേ. അപ്പോഴാണ് മേളിൽ ഇത് ശ്രദ്ധിച്ച്. ഇതെന്താണോ സംഭവം, ഇതിൽ നമ്പർ എഴുതിയിരിക്കുന്ന ജെൻസി കോടെങ്ങാനും വല്ലതും ആണോ? ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കാണുന്നത്. എന്തായാലും ഒരാൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചതല്ലേ, നടന്നിട്ടുണ്ടാവും എന്തോ. പിന്നെ ഞാൻ വെളിയിലിറങ്ങി, അവ എനിക്കും ചെയ്തേട്ടാ. പിന്നെ വെളിയിൽ ആ മരത്തിൽ അതുകൂടെ വീഡിയോ എടുത്ത് പോയ സമയത്ത് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പതുക്കെ അനങ്ങി ഓരോ ഇടവഴി റോഡുകൾ വഴി അങ്ങനെ പോയി. അങ്ങനെ കമുങ്കോട് പള്ളിയിൽ കേട്ടോ ഇത്. ഞാൻ അത് ചുമ്മാ ഇങ്ങനെ പോയപ്പം അതുകൂടെ വീഡിയോ എടുത്ത് ഞാൻ ഇങ്ങനെ ഫുള്ള് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പോയി കേട്ടോ. ഞാൻ 2025 2020 മുതൽ എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോയി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2ാമത്തെ ദിവസം മുതൽ ഞങ്ങളിങ്ങനെ രാത്രി ചുമ്മാ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ ഞങ്ങളുടെ മോനെയും കൊണ്ട് ഞങ്ങൾ പോണ്. എന്തോ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ മനസ്സിൽ തോന്നി, എന്തൊക്കെയോ സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ. അങ്ങനെ പാലക്കടവ് എത്തി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് എല്ലായിടവും ഉത്സവവും ഇങ്ങനെ ലൈറ്റ്സും റോഡ് മൊത്തത്തിൽ നല്ല കളർഫുള്ളാണ്. നല്ല രസമാണ് രാത്രി പുറത്ത് പോകാൻ, നല്ല തണുപ്പും കൊള്ളാം. ഒരുപാട് ദൂരം പോകാൻ പറ്റിയില്ലെങ്കിലും അടുത്തൊക്കെ ഇങ്ങനെ പോവുക, അതൊക്കെ നല്ലതാണ് കേട്ടോ.